എന്താ സൂറ ഇത്? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങളിങ്ങനെ തുടങ്ങിയാലോ? എന്താ സൂറ ഇത്? നിങ്ങളല്ലാതെ എനിക്ക് ഈ ദുനിയാവിൽ വേറെ ആരുമില്ല. ഇല്ല സൂറ, ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. അവരെന്നെ ചതിച്ചതാ. നീ എന്നെ വിശ്വസിക്ക്. ഒരിക്കലും ഞാൻ ഇനി കുടിക്കില്ല. എന്നെ വിശ്വസിക്ക്. പിന്നെ നമ്മളെ മൂച്ചിക്കല മൂസാക്കാന്റെ ആ മുണ്ടാൻ പെയ്യാത്ത കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാക്കി. മിക്കവാറും ഈ മാസം തന്നെ നടക്കും. ഇവിടെ മുണ്ടി പുറത്തോട്ട് കല്യാണം ഉണ്ടാക്കി തന്നെ നാട്ടുകാർക്ക് നിങ്ങളെ മേലെ കൈയെടുക്കാൻ വയ്യ. എന്നിട്ടപ്പൊ മുണ്ടാൻ വയ്യത്തൂട്ടി കല്യാണം ഉണ്ടാക്കണ എനിക്ക് ചിന്തിക്കാൻ തന്നെ വയ്യ. അടുത്തവും വരുന്നുണ്ട്. അല്ല, ഇങ്ങളിപ്പോ പെങ്കട്ട് പണിയൊക്കെ നിർത്തിയിട്ട് തങ്ങൾ പണി തുടങ്ങിയ പുന്നാരന്റെ ഐദ്രസ് കൊണ്ടോട്ടി കല്യാണം ഉണ്ടാക്കി കിട്ടിയതാണ് ഇത്. ഇത് കണ്ട ഇടവണ്ണ കല്യാണം ഉണ്ടാക്കിയപ്പോ തന്നതാണ്. ഇത് കണ്ട വെറുതെ രണ്ടാണ് ഓടിയിട്ടുണ്ടപ്പോ ഇന്നെ തല്ലാനാണെന്ന് കരുതി പാലത്ത് മുന്ന് താഴേക്ക് ചാടിയതാപ്പോ. ഇത് കണ്ടല്ലോ. ഏതായാലും ചെറിയ കളിയൊക്കെ നിന്നേനും അന്ന് ഞാൻ ആ പോയെന്ന് രക്ഷിച്ചിട്ടില്ലെങ്കിൽ എല്ലാരോടും പറഞ്ഞത്. നാട്ടുകാരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ, ഞാൻ നല്ല മനുഷ്യനാണെന്നേ. പോട്ടെ പോട്ടെ. ലോട്ടറി 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 ലോട്ടറി. അല്ലടാ, എനിക്ക് ഈ കോലത്തിന് കല്യാണം ഉണ്ടാക്കണ്ടേ? നിങ്ങളെ മറ്റേ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഒരു കുഴപ്പമില്ല. കണ്ട മടങ്ങണ്ടല്ലോ. എന്നാലേ ബാം വിട്ടാളി. മറ്റേ കാലും കൂടി പടക്കാക്കാൻ നിക്കണ്ട. ചെല്. ആരാന്റെ കയ്യും കാലോട് ഞാൻ കാണാൻ വലിയ രസമാണല്ലോ. ചെറുത്താന്റെ മക്കള്. എന്തേ ഭയങ്കര തലയിറ്റല്. എങ്ങനെയാ തലയിട്ടാണ്ട് അന്നലെ കേശവന്റെ കൂടെ അല്ലായിരുന്നോ? ഞാൻ ഒരു സോഡ കുടിച്ചിട്ട് വരാം. എന്താണ് പറ? ഭയങ്കര ക്ഷീണം പോലെ ഒരു തലയിറ്റല്. എന്നാ നീ റൂമിലോട്ട് അടക്ക്, ഞാൻ സോഡ കൊണ്ടുവരാം. ആ നടക്കട്ടെ. മയങ്ങിപ്പോയി അച്ചായൻ, മയങ്ങിപ്പോയി. നമ്മുടെ അച്ചായൻ മയങ്ങിപ്പോയി. അങ്ങനെ നമ്മുടെ അൻവറും നമ്മുടെ കമ്മിറ്റിയിലൊരു മെമ്പറായി. വെറും മെമ്പർ അല്ല, സംസ്ഥാന മെമ്പർ. എങ്ങനെ? സംസ്ഥാന മെമ്പർ. നോക്കിക്കാതെ പോയി തട്ട. ശരിയല്ലയോ മക്കളെ, ഈ ലോഡൊന്ന് ഇറക്കിക്ക. പെങ്ങളെ പെങ്ങളെ ആ, പെങ്ങളെ ഇപ്പൊ വരികയോ? എന്താടാ അളിയോ വന്നു. നീ നശിപ്പിച്ചൂല്ലേ? മോളെ വേണ്ട, കേശവേട്ടനോട് കളി വേണ്ട. അടിക്കരുത്, അടിക്കരുത്. എന്റെ ശരീരത്തെ തൊട്ട കൊല്ലം ഞാൻ. അത് കളമോളെ, ആദ്യം കണ്ടപ്പോഴേ കേറിയ ആശയാ. ഒരു ദിവസമെങ്കിലും നിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം. കേശം വിചാരിച്ചാൽ അത് നടക്കാതെ പോവില്ല. മാറിപ്പോകുന്നതല്ലേ ഈ കേശവൻ ആശിച്ചതിന് തടസ്സം. കൊല്ലും ഞാൻ.
നേരും നെറിയും കെട്ട നായേ, എന്നെ കൊന്നിട്ടല്ലാതെ നിനക്ക് ഇവിടെ തൊടാൻ പറ്റില്ലടാ. ഇനിയെങ്കിലും നിന്റെ പാപ്പാനൊന്ന് വിവരം അറിയിച്ചുട മോളെ. മൂപ്പര് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. പാപ്പയും ഉമ്മയും മരിച്ച ശേഷം എന്നെ വളർത്താനും കെട്ടിക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാ പാപ്പ. എന്റെ ജീവിതം ഇങ്ങനെ കൈ നിറഞ്ഞ മൂപ്പര് വല്ലാതെ വിഷമിക്കും. പിന്നെ അവർക്കൊരു ഭാര്യ ജീവിക്കാൻ വയ്യ. എന്റെ വയറ്റിൽ വളർന്ന കുട്ടിക്ക് വേണ്ടിയെങ്കിലും ഞാൻ അൻവറിന്റെ ഭാര്യയെ ജീവിച്ചേ പറ്റൂ. എന്നാലും എന്റെ മോളെ, ഈ സമയത്ത് നീ സങ്കടപ്പെട്ട നിന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ കാര്യം കഷ്ടത്തിലാകും. എല്ലാം ശരിയാകും. നീ സമാധാനമായി ഇരിക്കേ. എന്നാലും എനിക്ക് കരി വന്നല്ലേ ചേച്ചി. കേശവൻ മൂർഖനാ. നോവിച്ചു വിട്ടതുകൊണ്ട് അവൻ തക്കം പാർത്തിരിക്കും. മോള് സൂക്ഷിക്കണം. അമ്മ അടുത്ത് പൊയ്ക്കോ, എനിക്കൊന്ന് പൊട്ടിക്കാരണം.